കണ്ടില്ലേ, ന്യൂസ് ഉണ്ടല്ലേ? പാവപ്പെട്ട ഡ്രൈവർ രാവിലെ തന്നെ കുളിച്ചു കുരിയൊക്കെ തൊട്ട് പിന്നെ വണ്ടി എടുത്ത് പോയതാണ്. ഒരു പക്ഷേ ഇന്നലെ അടിച്ചതാവാം, തലേന്ന് അടിച്ചതാവാം, കുറച്ച് കനത്തിലടിച്ചിട്ടുണ്ടാവും. അതിന്റെ സ്മെല്ലായിരിക്കാം ഒരു പക്ഷെ. എന്നിട്ട് ഇവന്മാർ ചെയ്തു നോക്കി നിങ്ങള് അവന്റെ വീഡിയോ എടുത്തിട്ട് ടെസ്റ്റ് ചെയ്താലോ. ഇപ്പൊ രാവിലെ തന്നെ ഇപ്പൊ എന്തായാലും ഒരാൾ കള്ളുപിടിച്ച് ഇറങ്ങൂല. ഇനി അഥവാ ഇറങ്ങിയെങ്കിൽ തക്കതായ ശിക്ഷ കൊടുക്കും വേണം കേട്ടോ. പിന്നെ 2 ദിവസം മുമ്പ് പോലീസുകാരെ വെള്ളടിച്ച് പോയി ഛർദ്ദിച്ച് വണ്ടി ഓടിക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടില്ലേ? അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷൻ പരിധി വെച്ചിട്ട് വെള്ളടിക്കുന്ന വീഡിയോ കണ്ടില്ലേ? അവരുടെയൊക്കെ ലൈസൻസ് റദ്ദാക്കിയോ? നിങ്ങൾ അതൊന്നും അറിയണേ ഞങ്ങൾക്ക്. അവരുടെ ലൈസൻസ് റദ്ദാക്കിയണോ? അവരുടെ വീഡിയോ ഫോട്ടോ ഒക്കെ വന്നിടണോ? നിങ്ങള് ഒരു കാര്യം ചെയ്യും, ഞങ്ങളെ നികുതി പണം കൊണ്ടല്ലേ നിങ്ങൾ എന്ത് ചെയ്യുന്നത്? നിങ്ങള് ശമ്പളം വാങ്ങുന്നേ ആണോ? അല്ലേ? ആ ചങ്ങായി അടിച്ചില്ലെങ്കിൽ തലേന്ന് അടിച്ചില്ലെങ്കിൽ അവന് പിന്നെ നടക്കാൻ പറ്റാതെ നല്ല വണ്ടി ഓടിക്കാൻ പറ്റാതെ നല്ല വണ്ടി ഓടിക്കുന്നത്. അത്യാവശ്യം നല്ല ബോധത്തോട് കൂടി തന്നെയാണ് അവൻ വണ്ടി ഓടിക്കുന്നത്, അല്ലേ? അവന് ആടിയിട്ടൊന്നും ഇല്ലല്ലോ. തലേന്ന് അടിച്ചതാവാം. ഞാൻ വീണ്ടും പറയുന്നത്, പിന്നെ രാവിലെ അടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ ശിക്ഷ കൊടുക്കണം. അതിന്റെ ആൽക്കഹോളിന്റെ അളവ് നോക്കിയാൽ മനസ്സിലാവുമല്ലോ. പിന്നെ എന്നടിച്ചത് എന്നല്ല അടിച്ചത്. തലേന്ന് കള്ളു കുടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രാവിലെ ഒരു സ്മെല്ല് ഉണ്ടാവും, ചെറിയ ഊതിക്കുമ്പോൾ എന്തായാലും ഉണ്ടാവും. ആ അപ്പുറത്തുള്ള SIO CIO ആ സീറ്റിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഓല നൂച്ചോട്ടെ. തലേന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇതേ സൗണ്ട് ഉണ്ടാവും, ബീപ്പ് സൗണ്ട് വരും, തീർച്ചയായിട്ടും വരും. ഇപ്പൊ നിങ്ങൾ കാര്യം മനസ്സിലാക്കി, ചങ്ങായി തലേന്ന് അടിച്ചത് അവനാ 100% ചാൻസ്. അല്ലെങ്കിൽ എന്തായാലും അവന് കേസ് എടുക്കണം. അതേപോലെ തന്നെ ഈ പോലീസുകാർക്കെതിരെയും കേസ് എടുക്കണം കേട്ടോ. അത് ന്യൂസ് ആയിട്ട് പറ്റേ വീഡിയോ RTO വീഡിയോ ചെയ്യട്ടെ. RTO എന്തെങ്കിലും MVD നോക്കട്ടെ. ആ വണ്ടി പോയി പിടിച്ചിട്ട് കസ്റ്റഡിയിൽ എടുത്തിട്ട് ആ വീഡിയോ BGM കുത്തി കയറ്റിയിട്ട് കാണട്ടെ. നിങ്ങൾ പണിയെടുക്കുന്നത് ഞങ്ങളൊന്ന് അറിയട്ടെ, മനസ്സിലായോ? പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ ലോകത്ത് വേൾഡിൽ എവിടെ ഇല്ലാത്ത പൈസ കൊടുത്തിട്ടാണ് ഈ ആളുകൾ മദ്യം വാങ്ങുന്നത്. അതായത് ഞാൻ കള്ളുപിടിക്കുന്ന ആളൊന്നല്ല, നമുക്ക് കള്ളുപിടിക്കാൻ പാടില്ല, അസ്തഗ്ഫിറുല്ലാഹ്, അങ്ങനെ ചിന്തിക്കാനേ പാടില്ല. അപ്പൊ ഞാൻ അന്വേഷിച്ചപ്പോ, അതായത് ഗൂഗിളിൽ ഞാൻ നോക്കിയപ്പോ കണ്ടൊരു സംഭവമാണ് ഇത്. ഒരു MH, അതായത് നോർമൽ ബ്രാൻഡ് പോലെ ഒരു MHന് 1040 രൂപയാണ് കേരളത്തിലെ വില കേട്ടോ. ഇപ്പൊ കുറച്ച് മുമ്പുള്ള വില, ഇപ്പത്തെ വില എനിക്കറിയില്ല, നമ്മൾ നോക്കിയെടുക്കുന്ന പണിയില്ലല്ലോ നമുക്ക്. അപ്പൊ ആ 1040 റുപ്യന്റെ മദ്യത്തിന്, അത് ഇന്ത്യയിൽ തന്നെ പല സ്ഥലത്തും പല വില. ഏറ്റവും കൂടുതൽ മദ്യം, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കേരളത്തിലാണ് മദ്യത്തിന് 700 രൂപക്ക്. പിന്നെ ഡൽഹിയിലും അല്ലെങ്കിൽ ഹിമാചൽ പ്രദേശ് ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ കിട്ടുന്ന സ്ഥാനത്ത്, അതേ സ്ഥാനത്തിന് 1200 1300 ആണ് കേരളത്തിൽ. അതായത് ലോകത്തിൽ തന്നെ വേണമെങ്കിൽ പറയാം, അത്രയും ഹൈ ആയിട്ടാണ് നമ്മൾ ടാക്സ് വാങ്ങുന്നത്. ആ ഒരു പിന്നെ മദ്യത്തിന് MHന് ഉണ്ടാക്കാൻ വരുന്ന അതിന്റെ പ്രൊഡക്റ്റിന് വരുന്ന പൈസ 240 ആണ്. ആ സ്ഥാനത്ത് 4 ഇരട്ടി പൈസ കൊടുത്തിട്ടാണ് 1040 റുപ്യ കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ നമ്മൾ മദ്യം വാങ്ങിയിട്ട് ഇവിടെ കുടിക്കുന്നത്. ഈ നമ്മളൊക്കെ ഇവരൊക്കെ മദ്യം കുടിച്ചിട്ട് വാങ്ങുന്ന പൈസ കൊണ്ടാണ് നിങ്ങളൊക്കെ ശമ്പളം കൂടി വാങ്ങുന്നത്. മനസ്സിലായോ? അല്ലാതെ നിങ്ങൾ ആരും തറവാട് നിർത്തോന്നിട്ടൊന്നുമില്ല. എന്നിട്ട് അല്ലെങ്കിൽ മദ്യം നിരോധിച്ചാൽ പിന്നെ കുടിക്കില്ലല്ലോ. മദ്യം നിരോധിച്ചാളി പ്രശ്നം എന്തല്ലോ. അപ്പൊ പറയാനുള്ള എന്താ വെച്ചാല്, ഇങ്ങനെയൊക്കെ ആയിട്ടാണ് നിങ്ങൾക്ക് പൈസ കിട്ടുന്നത്. എന്നിട്ട് അത് മാത്രമല്ല, നമ്മളെ നാട്ടിലെ കോമഡി നിയമമാണ് OMPIYA. അത് കൂട്ടി വായിച്ചാളേ കേട്ടോ. ഇങ്ങനത്തെ ഒരു നാട്, ഈ നിയമമുള്ള ഒരു നാട് വേറെ എവിടെയില്ല. കാറിന്റെ ആക്സസറീസ് വിൽക്കാം, അത്ര പൈസ കൊടുത്തിട്ട് അലൈവീൽ ആയിക്കോട്ടെ, ഹോൺ ആയിക്കോട്ടെ, എയർ ഓൺ ആയിക്കോട്ടെ, എന്ത് സാധനം കൂളിംഗ് ആയിക്കോട്ടെ വിൽക്കാം. അത് ടാക്സ് കൊടുത്ത് വിൽക്കാം. അത് പൊട്ടിച്ച് അല്ലെങ്കിൽ വണ്ടിമ കയറ്റിയ അപ്പൊ ഫൈന്. ഇമാരി പൂഞ്ഞാറ്റിലെ നിയമം ഏത് നാട്ടിലാണല്ലേ എന്ന് പറഞ്ഞ മാതിരി തന്നെ കള്ളുകാർ നിരോധിച്ചാളി. എന്നാ പിന്നെ പ്രശ്നം ഒന്നുമില്ല, ആരും അടിക്കൂലല്ലോ. കള്ളാണ് നിരോധിച്ചാളി. എന്നിട്ട് ഇത് കുടിച്ചാൽ ഫൈനും ഇട്ടിട്ട് ഉളുപ്പുണ്ടല്ലേ മാരെ. ഞാൻ പറഞ്ഞേ, 4 ഇരട്ടി പൈസ കൊടുത്തിട്ടാണ് ഈ കള്ളു വാങ്ങണത് വരെ, പിന്നെ മദ്യം വാങ്ങണത്. എന്നിട്ട് അതുകൊണ്ടൊക്കെ തന്നെ നിങ്ങൾക്ക് ശമ്പളമൊക്കെ തരുന്നതും. എന്നിട്ട് ഇത് കുടിച്ചാൽ അപ്പൊ പിന്നെ കേസ് വേറെ. കാരണം ഈ പാവപ്പെട്ട ചെങ്ങായി തലേന്ന് അടിച്ചതാണെങ്കിൽ, ഒരു പക്ഷേ രാത്രി അടിച്ചതാണെങ്കിലോ, അല്ലേ? ഇപ്പൊ അത്രങ്ങൾ വലിയ സംഭവമായിട്ട് വീഡിയോ ആക്കിയിട്ട് അവനെ കൊണ്ടുപോകാൻ അവനും വീടും കുടുംബവും നാട്ടുകാരൊക്കെ അല്ലേ? അപ്പൊ നാട്ടില് കേരളത്തിൽ ഇപ്പൊ വലിയ കുടിയനായില്ലപ്പോ ആയില്ലോ, സമാധാനമായല്ലോ. ഇട്ട കേസൊന്നും ആയിട്ട് ദയവ് ചെയ്ത് വരരുത് കേട്ടോ. നിങ്ങൾ മറ്റേ 2 പോലീസുകാരെ 2 കേസ് ഉണ്ടല്ലോ, 2 ഇവിടെ അടുത്ത് പിന്നെ വെള്ളടിച്ചതും പിന്നെ ഛർദ്ദിച്ച് വണ്ടി ഓടിച്ചു, അതൊക്കെ ഒന്ന് കേസ് എടുത്തിട്ട് നിങ്ങളൊന്ന് ഞങ്ങൾ കാണട്ടെ. അല്ലെങ്കിൽ ഇതുപോലെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾ എന്തെങ്കിലും കാര്യമില്ല. ബൈ.